തന്നെ ഇവിടെ റോഡില്ലാതെയും വഴിയില്ലാതെയും ആദിവാസി കോളനികൾ ഉള്ള സ്ഥലങ്ങളാണിത്. ചിറ്റൂർ എന്നാ നിങ്ങൾക്ക് അറിയും. പൊതുസമൂഹത്തിന് ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഭൂഗർഭജലം ഇപ്പോഴും ഒരു ദിവസം 3000 ലിറ്റർ എടുക്കാൻ പാടുള്ള ഒരു നിയമമുണ്ട് ചിറ്റൂർ, പാലക്കാട് ജില്ലയിൽ 5 താലൂക്ക്. ഭൂഗർഭജലം ഊറ്റിയെടുക്കാൻ പാടില്ല പറഞ്ഞ് ഹിറ്റ്ലറെ പോലും ബാൻ ചെയ്യാൻ കഴിയാത്ത കൊക്കക്കോള ബാൻ ചെയ്ത നാടാണ്. പക്ഷെ ഇപ്പോ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിന് ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ആദിവാസികൾ ഇടപെട്ടു. പക്ഷെ ആദിവാസികൾ പ്രശ്നം പറയുമ്പോൾ അതിലൂടെ ആദിവാസികളുടെ പ്രശ്നമാണ്. യുനിസെഫ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മരിക്കാൻ പാടില്ല പ്രസവത്തിൽ എന്ന്. ഇപ്പോഴും അട്ടപ്പാടിയിൽ ഒരു വർഷം 25 കുഞ്ഞുങ്ങൾക്ക് മരിക്കുന്നുണ്ട്. അത് നമുക്ക് നിത്യസംഭവമായി. കുട്ടികൾ മരിച്ചു എന്നുള്ളത് അത് അട്ടപ്പാടി അങ്ങനെ തന്നെയാണ്. പിന്നെ പൊതുവെ എങ്ങനെ പറയും, അത് തമിഴ്നാട് അങ്ങനെ തന്നെയാണ്, ബാക്ക്വേർഡ് ഏരിയ അല്ലേ? അല്ല, ഇത് സബ്ടൈറ്റിൽ ഇടുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള 29 സംസ്ഥാനങ്ങളും പൊരുത്തപ്പെട്ട പടവുമാണ്. ഞാൻ സിനിമക്കാരനല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ PhD കഴിഞ്ഞു. ഇപ്പോഴും വയനാട് ഉൾപ്പെടെ ദുരന്തം നടക്കുന്ന ആ സമയങ്ങളിൽ റെസ്ക്യൂവിനും ഓടി നടക്കുന്ന ആളുകളാണ്. ഇതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതിനായി പറയുന്ന വെള്ളഗവി അവിടെ തന്നെ ഒരു 5-6 തവണ പോയിട്ടുണ്ട്. ഇതിനേക്കാളും ദയനീയ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ പറമ്പിക്കുളം ഉള്ളിലുള്ള 2 കോളനി, അല്ലിമൂപ്പൻ കോളനി, 30 ഏക്കർ കോളനിയിൽ ഇപ്പോഴും 100 കണക്കിന് ആളുകൾ റോഡില്ലാതെ, സ്വന്തം പഞ്ചായത്ത് മുതലമട ഗ്രാമപഞ്ചായത്താണ്, നിങ്ങൾ പറമ്പിക്കുളം വന്നിട്ടുണ്ടാവും, 8 കിലോമീറ്ററിൽ ഒരു റോഡ് ഇടാൻ കഴിയാതെ 160 വർഷത്തിൽ കൂടുതൽ പോരാട്ടങ്ങളാണ്. ഇപ്പോ 60 കിലോമീറ്റർ ചുറ്റിയാണ് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത്. അവര് തമിഴ്നാട് പോയിട്ട് ചുറ്റി വരണം. വിഷയം മഹാത്മാഗാന്ധി വാട്സപ്പും സോഷ്യൽ മീഡിയയും ചാനലുകളും ഒന്നില്ലാത്ത സമയത്താണ് അഹിംസ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യ ഫുള്ള് സ്പ്രെഡ് ചെയ്തു. ലോകം ഫുള്ളും എടുത്തു അവര്. മഹാത്മാഗാന്ധി ഫേസ്ബുക്കിലല്ല പറഞ്ഞത്, പ്രസ് മീറ്റ് അല്ല വെച്ചത്. അഹിംസ പറഞ്ഞ വാക്കും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ ഫുള്ളും ലോകം ഫുള്ളും സ്പ്രെഡായി. മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേലൊക്കെ ഉൾക്കൊണ്ടു. നമുക്കൊരു കടപ്പാടുണ്ട്. ഈ പടം തമിഴ് പടമല്ല, ഇതൊരു പാൻ ഇന്ത്യ പടമാണ്. ഈ പടം കഴിയുന്നത്രയ്ക്കും മാൻ ടു മാൻ അപ്ലൈ ചെയ്യുക. നിങ്ങളെല്ലാവരും ശക്തരായ മീഡിയക്കാരാണ്. കഴിയുന്നത്രയ്ക്കും ഈ പടം ജനകീയ പടമാണ്. ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ദയയോടുകൂടിയുള്ള അപേക്ഷയുണ്ട്. ഒരു തവണ കൂടി പറയാം, ഞാൻ സിനിമക്കാരനല്ല, പക്ഷെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. മുഖസ്തുതിയല്ല, ഉള്ളത് അങ്ങനെ പറയുകയാണ്. ആ പടത്തിൽ അഭിനയിച്ച അനിയനെങ്കിലും തെറ്റിദ്ധരിക്കണ്ട, അനിയനെങ്കിലും കരയുന്നതുപോലെ അഭിനയിച്ചിട്ടുണ്ടാവും. എനിക്ക് 2 ചേച്ചി ഉള്ളത് കൊണ്ട് കരഞ്ഞു. കാരണം എത്ര തന്നെ ടെക്നോളജി വളർന്നാലും ഒരു ടംബ്ലർ വെള്ളമോ 1 കിലോ അരിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. 5G 6G വന്നാലും അതുപോലെ ജനനവും മരണവും നിയന്ത്രണത്തിലല്ല നമുക്ക്. എത്ര തന്നെ ടെക്നോളജി വളർന്നാലും നമ്മളെല്ലാവരും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ജനിച്ചത്. പക്ഷെ നമുക്കിപ്പെല്ലാം സീയിങ് ഈസ് ബിലീവിങ്, കണ്ടാലേ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ അമ്മയുടെ ചെറിയ വയറ്റിൽ നമ്മൾ ഉണ്ടായിരുന്നോ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എന്തെങ്ങനെ പറയുന്നു എന്ന് പോലും പറയുന്നുണ്ട് ഇപ്പൊ പലരും. ആ പ്രസവം എന്നുള്ള വിഷയം നോട്ട് ലീസ്റ്റ്. വേറെ ഹീറോയിക് സിനിമയാണെങ്കിൽ ഫസ്റ്റ് സീൻ ഈ കുട്ടി ജനിച്ചിട്ടുണ്ടാവും, അന്ത കുളന്തടാ ഹീറോവേ എന്ന് പറയില്ലേ നമ്മൾ പൊതുവെ പല കമേഴ്ഷ്യൽ ഫിലിമും. ജനിക്കാതെ പോയ, പ്രസവത്തിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ഹീറോമാർക്ക്, ഭാവി സൂപ്പർ ഹീറോമാർക്ക് പ്രസവത്തിൽ മരിച്ചുപോയ കുട്ടികൾക്ക് ഈ പടം സമർപ്പിക്കാം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ പ്രസവത്തിൽ മരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കേരളം, നമ്മുടെ പുരോഗമന കേരളം എന്ന് പറയുന്നതിലും അട്ടപ്പാടി നമ്മുടെയാണ്. ഇപ്പോഴും ആദിവാസികളുടെ പ്രശ്നമല്ല, ആദിയിൽ വസിച്ചവൻ ആദിവാസി. ഇത്രയും ഒരു സാഹചര്യം ഈ പടത്തിൽ എന്റെ റോളൊന്നുമില്ല, ഞാൻ സിനിമക്കാരനല്ല. പക്ഷെ ലാൻഡ് സ്ലൈഡ് വന്നതിൽ ഡാറ്റാബേസും ഒരു ശാസ്ത്രീയമായുള്ള വശങ്ങളും ചോദിക്കാൻ വന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സുധാകരൻ, കോയമ്പത്തൂരിന്റെ BBC